ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. പുലിച്ച് തള്ളായി പോയി. ഹലോ ഗായ്സ്, അപ്പോൾ എങ്ങനെ ഹലക്കിന്റെ അവലും കഞ്ഞിയും ഇന്ന് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോവാട്ടോ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ 6:30 തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം കൂട്ടിപ്പിടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് മണി 7 കഴിഞ്ഞു ഗായ്സ്. രാവിലത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ രാവിലെ എല്ലാവരും അതിൻ്റെ ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു. രാവിലെ ഇഡലിയുടെ പരിപാടി ഉണ്ടായിരുന്നു. ഓരോ വീടുകളിലും ഓരോ സാധനം, ചമ്മന്തി അങ്ങനെ ഞങ്ങളൊരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ അച്ചൻകോവിൽ അങ്ങനെ വൺ ഡേ ട്രിപ്പിന് കുറച്ച് സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അച്ചൻകോവിലാണ് നമ്മളെ മെയിൻ സ്പോട്ട് കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡൊക്കെ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു സ്പോട്ട് നമ്മൾ കണ്ടുകിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള ഇതിൽ പിള്ളേർക്ക് പിന്നെ ഒരു ചെറിയ അരുവി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല അടിപൊളി ഒരു സ്പോട്ട് കേട്ടോ. നമുക്ക് പോകുന്നവർക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ഒരു സ്പോട്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെച്ചോളേ. അങ്ങനെ ഇറങ്ങി പിള്ളേർ കണ്ടപ്പോൾ തന്നെ പിള്ളേരെല്ലാം ചാടി ഓടി അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി കേട്ടോ. അല്ലാണ്ട് എന്നെ ട്രോള് കാണാം അങ്ങനെയെങ്കിലും ഒന്ന് ക്ലിക്കിടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമുക്കിതൊന്നും ഒരു വിലയല്ല ഗായ്സ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം എടുത്ത് എല്ലാം കഴിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും പ്ലേറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുപോയി കേട്ടോ. ഫസ്റ്റ് വണ്ടി കൊണ്ടുവന്ന ഇഡലി, സാമ്പാർ, ചമ്മന്തി, ദോശപ്പൊടി അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോരുത്തരും ഓരോ വീട്ടിൽ ഓരോ ഐറ്റം ഉണ്ടാക്കി. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ടാസ്ക്. എനിക്കൊരു 10-70 ഇഡലിയുടെ പരിപാടിയായിരുന്നു. അങ്ങനെ ആദ്യത്തെ സെറ്റുള്ള എല്ലാം എടുത്തതിന് ശേഷം അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഇഡലി എടുത്തേട്ടോ. നമ്മൾ കൈ കഴുകാൻ വേണ്ടി നമ്മൾ കുപ്പി വെള്ളമൊന്നും കളഞ്ഞില്ല ഗൈസ്. നമ്മളവിടെ കുത്തിയിരുന്ന് കൈ കഴുകി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിള്ളേരൊന്നും വരുന്നില്ല, വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. പിന്നെ എല്ലാത്തിനെയും അടുത്ത സ്ഥലത്ത് നമുക്ക് കുളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനെയും തൂത്തുപിടിച്ച് വണ്ടി കയറ്റി സ്ഥലം വിട്ട് ഗൈസ്. അങ്ങനെ അടുത്ത സ്പോട്ടാണ് നമ്മൾ പറഞ്ഞിടാം. അതായത് നമ്മളവിടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നല്ല നാടൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ ഒരാളെടുത്ത് അങ്ങനത്തെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് നല്ല സ്പോട്ടുകളൊക്കെ നമ്മൾ ഇറങ്ങി കേട്ടോ. കുറച്ചൊക്കെ പിന്നെ കാടിൻ്റെ അകത്തൊരു വൈബ് കിട്ടാൻ വേണ്ടി പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ AC ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഗ്ലാസ് ഒക്കെ ഫുള്ള് താത്ത് കേട്ടോ. നമ്മളെ കാടിൻ്റെ പ്രകൃതി ഭംഗിയും ആ മണവും ആ കാറ്റൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്താറൊക്കെ ആയി കേട്ടോ. ഇനി കുറച്ച് ദൂരം ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ പിള്ളേരെല്ലാം സെപ്പറേറ്റ് വണ്ടികളിലാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇടയ്ക്കൊക്കെ നിർത്തിയൊക്കെ പോയിട്ട് കേട്ടോ. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് കുറേ നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. എല്ലായിടത്തും ഒന്നും ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ചാടി ഇറങ്ങി കേട്ടോ. ഇടയ്ക്ക് കുറച്ച് പിള്ളേർക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫ്രഷായി. കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെ കുറച്ച് കുത്തിക്കയറ്റി പിന്നെ അവിടെ സ്ഥലം വിട്ടു. പിന്നെ സ്പോട്ട് ആയതുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി നിന്നാൽ ലേറ്റ് ആവും. അപ്പോഴത്തേക്ക് തന്നെ 1 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് 1:30 ആയപ്പോഴത്തേക്ക് ഏകദേശം അവിടെ എത്തി. അപ്പോൾ തന്നെ എല്ലാത്തിനും വിശന്ന് തുടങ്ങി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്പോട്ട്. ഇവിടെ കുക്ക് ചെയ്യാനൊക്കെ എല്ലാ ആളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ മാമാടെ ഒരു ഫ്രണ്ടിൻ്റെ സ്പേസാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊരു സ്ഥലം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അവൈലബിൾ നല്ല നാടൻ ഭക്ഷണമായിരുന്നേ. അവിടെ തന്നെ കുക്ക് ചെയ്ത് അടുപ്പിലൊക്കെ കുക്ക് ചെയ്ത്. അതായത് നമ്മൾ ഇവിടുത്തെ ഫുഡ് കണക്കേ അല്ല. അതായത് ഭയങ്കര വ്യത്യാസമായിരുന്നു. അരി തന്നെ നമ്മൾ വലിയ അരിയുടെ ചോറല്ല, പൊന്നരി അതിൻ്റെ ചോറായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക തോരൻ, ചിക്കൻ ഫ്രൈ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞ് പൊരിച്ച് അങ്ങനെ സാമ്പാറൊക്കെ വേറെ സ്റ്റൈലായിരുന്നു. ഒരു തമിഴ്നാട് ടച്ച് ആയിട്ടുള്ള പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിച്ച് ഞങ്ങൾക്ക് ബെഞ്ചൊന്നും വേണ്ട ഗൈസ്. ഞങ്ങൾക്ക് പാറപ്പുറം അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് പാറപ്പുറത്ത് പോയിരുന്നു കഴിച്ചു കേട്ടോ. കാട്ടിൻ്റെ നടുക്ക് നല്ല അടിപൊളി സ്ഥലമുണ്ട്. പിന്നെ അവിടെ കുറേ കൃഷിയുണ്ട് കേട്ടോ. വടക്കംപുളി, ഗ്രാമ്പൂ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സീസൺ ആകുമ്പോഴത്തേക്ക് മാമ പോയി കൊണ്ടുവരും കേട്ടോ. നല്ല സാധനം കേട്ടോ. നല്ല മണമൊക്കെ അവിടുത്തെ നല്ല നാച്ചുറൽ സാധനമില്ല, അതിൻ്റേതായ ഒരു ഇത്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്നുള്ളതാണ്. എൻ്റെ അമ്മ അതൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പിള്ളേരും വലിയവരൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മളൊന്നും നോക്കില്ല, ഇറങ്ങി പുറപ്പെട്ടു. ഇതാണ്ട് ഈ ചാടി ഇറങ്ങുന്നുണ്ടോ. കമ്പും കൊലക്കായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഇന്ന് തല കുത്തി വീഴും. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു കമ്പ്, ഞാൻ അതും കുത്തിപ്പിടിച്ച് ഇറങ്ങി. നമ്മൾ വീഴരുതല്ലോ പഠിച്ചോണേ, ഞാൻ വീണാലും എൻ്റെ ഫോൺ വീഴലേ എന്ന് വിചാരിച്ചാൽ ഞാൻ കേട്ടോ ചെങ്ങനയിലും ഒക്കെ ഇറങ്ങിയത്. ഭയങ്കര ടാസ്ക് കേട്ടോ ഇറങ്ങുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അട്ടയുടെ ശല്യം ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് പോകണമെന്ന്. നമ്മൾ വലിയ കാര്യത്തിൽ ചാടി പിടിച്ച് പോയതാണ് ഗൈസ്. ആദ്യം തന്നെ അട്ട കടിച്ച് എന്ന് പറഞ്ഞാൽ ഈ അട്ട എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൊളയട്ടയാണ്. ഈ സാധനം കടിച്ചു കഴിഞ്ഞാൽ വിടത്തില്ല. അവിടെ ഇരുന്ന് ബ്ലഡ് കുടിച്ച് വലുതായി
ഇതിൻ്റെ വയർ ഫുള്ളായി കഴിയുമ്പോൾ ഇത് വിടും. അപ്പോൾ നമ്മളെ കാലിൽ നിന്ന് ബ്ലഡ് ഒലിച്ച് വരും. അപ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഞാൻ തൂത്ത് വേണ്ടിയിട്ട് അട്ട കളിച്ചോളൂ. ഞങ്ങൾ വലിയതായിട്ട് സ്പീക്കറൊക്കെ വെച്ച് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് അവിടെ ചെന്ന് ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, അതിൻ്റെ അകത്ത് സ്റ്റേജ് പോലത്തെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കോടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ അത്രയും ആസ്വദിച്ച് പോയതാണ് ഗായ്സ്. പക്ഷേ പണി പാളി ഗായ്സ്. എല്ലാത്തിനെയും തൂത്തുവാരിയിട്ട് അട്ട കടിച്ച്, ചെറുതിനെയും വലുതിനെയും എല്ലാത്തിനെയും കടിച്ച്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം നിൽക്കേണ്ട, നമുക്ക് മുകളിലോട്ട് കയറാം. അട്ട കുളവാക്കി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് കയറി കേട്ടോ. ഇവിടെ കയറുന്നിടത്തും കുറച്ചൊരു ഹട്ട് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമ്മൾ കുറച്ച് നേരം അവിടെ അതിൻ്റെ അകത്തൊന്നും നമ്മൾ ഇരുന്നില്ല. കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന് പിന്നെ കുറേ കരിയാപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ കുറേ കിച്ചി കേട്ടോ കൊണ്ടുവരാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്തോട്ട് മാക്സിമം ഇറങ്ങാൻ നോക്കി കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അട്ട കടിച്ചപ്പോൾ തന്നെ പിള്ളേരൊക്കെ പേടിച്ചു പോയി കേട്ടോ. പക്ഷേ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. അട്ടയെ കൊണ്ട് ഇങ്ങനെ കടിപ്പിക്കുന്നത് ട്രീറ്റ്മെൻറ്റ്. എനിക്കറിയത്തില്ല സംഭവം അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം മുകളിലോട്ട് കയറി. വെരിക്കോസൊക്കെ ഇല്ലേ, വെരിക്കോസിനൊക്കെ ഉള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റാണെന്ന് പറയുന്നത്. അതൊന്നും പേടിക്കേണ്ടെന്ന് വലിയവരൊക്കെ പറയുന്നുണ്ട്. അന്നേരം പിള്ളേർക്കൊക്കെ കടിച്ചപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ പിടിച്ചു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ മുകളിൽ കയറി. പിന്നെ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചെന്നൊന്ന് ഫ്രഷ് ആവുക, നമ്മൾ അടുത്തിടം പിടിക്കുക. അങ്ങനെ ഒരു ദിവസം കൊണ്ട് കുറേ സ്ഥലം കവറാവണമല്ലോ. നമ്മൾ അച്ഛനൊരു പ്ലാനിട്ടെങ്കിൽ നമ്മൾ മാക്സിമം എല്ലായിടത്തും പോകാം ഒരു ദിവസം കൊണ്ട് എന്നുള്ളൊരു പ്ലാനിങ്ങിലാട്ടോ ഇറങ്ങി. ഞങ്ങൾ അവിടെ തിരിച്ചെന്നപ്പോൾ കുരങ്ങന്മാരുടെ ബഹളം. അവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ എനിക്ക് ആ സ്പിന്നൊക്കെ വെച്ചിട്ട് ആശാന്മാർ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുരങ്ങന്മാരുടെ ബഹളം ഞങ്ങൾ കഴിഞ്ഞ സാധനങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ പിള്ളേർ കളിച്ചോണ്ട് കമ്പൊക്കെ എടുത്തപ്പോൾ ഈ ആശാന്മാർ പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല ഗൈസ്. അടുത്ത പരിപാടി പിടിക്കാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു മയിലിരിക്കുന്നതായിട്ട് അങ്ങനെ ഇച്ചിരി നേരം നിന്ന് അതൊക്കെ കണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ വേളം കേട്ടോ അത് പറന്നുപോയി അതിൻ്റെ വഴിക്ക്. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ആട്ടിൻകാല് സൂപ്പ് കിട്ടും കേട്ടോ. നമ്മൾ അവിടെയാണ് കേട്ടോ അടുത്ത പോയത്. ഈ പോകുന്ന റൂട്ട് തന്നെ കേട്ടോ ഇതൊക്കെ തിരിച്ച് വരുന്ന റൂട്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ മതിലൊക്കെ പിടിച്ചിരിക്കുന്ന പോച്ചയുടെ കിഴങ്ങില്ലേ അതവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഗൈസ്. അതെന്തോ വലിയ മരുന്നാണ് കേട്ടോ. അവർ പറയുന്നത് നമുക്കറിയത്തില്ല കേട്ടോ. അവരവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഈ ചേട്ടൻ നിന്ന് ആട്ടിൻകാല് സൂപ്പ് ഒഴിക്കുന്നു കേട്ടോ. ഇവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ സ്മെല്ല് എന്തോ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അടിപൊളി സാധനമാണെന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും മേടിച്ച് കുടിച്ച് ഞങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ച്. പിന്നെ അവിടെ നല്ല നാടൻ തേന്, നെല്ലിക്ക ഉപ്പിലിട്ടത് അത് ഇതൊക്കെ ഇരുന്ന്. തേൻ മേടിച്ചില്ല. തേൻ കണ്ടിട്ട് എനിക്കൊരു തൃപ്തി വന്നില്ല, നാടൻ തേനാന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ആ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ട ഉടനെ അച്ഛൻ പൊച്ച എല്ലാം മേടിച്ച് തിന്നു കേട്ടോ ഉപ്പിലിട്ട സാധനം. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നിന്ന് സമയം കളയേണ്ട, മഴയുടെ ഭയങ്കര കോളമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തിടം പിടിച്ചു കേട്ടോ. പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു വയലുണ്ട്. കുറച്ച് നേരം അവിടെ ഇറങ്ങി കേട്ടോ. ഇവിടെ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ റൈസിൻ പ്രാവ് ഉണ്ട് കേട്ടോ എൻ്റെ ആങ്ങളയ്ക്ക് കുറേ. അപ്പോൾ അവൻ അതിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അതിനെ പറത്തി ഇവിടുന്ന് വിട്ടിട്ട് അതിനെ മത്സരിക്കാനൊക്കെ വിടുന്ന പ്രാവ്. അപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ചെത്തും എന്ന് പ്രതീക്ഷയോടെ അവൻ വിട്ടു കേട്ടോ. അതൊക്കെ ഒരു സ്പോട്ടിലൊക്കെ എത്തും. അതേപോലത്തെ സാധനങ്ങളാട്ടോ, നല്ല അടിപൊളി പ്രാവുകളാണ്. എല്ലാത്തിനെയും പറത്തി വിട്ട് പിന്നെ അപ്പോഴത്തേക്ക് മഴ തുടങ്ങി ഗായ്സ്. പിന്നെ നമ്മൾ അടുത്തിടം പിടിച്ചു. അടുത്ത സ്ഥലമാണ് നമ്മുടെ തിരുമലക്കോവിൽ കേട്ടോ. മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ വേറെ വൈബല്ലേ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ട് അതെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന മാക്സിമം സ്ഥലത്ത് നമ്മൾ കവർ ചെയ്ത് പോകും. അങ്ങനെ ഞങ്ങൾ തിരുമലക്കോവിൽ പോയി കേട്ടോ. അവിടെ അടിപൊളി രസം കേട്ടോ. അടിപൊളി കാറ്റും എന്താ പറയുക, നല്ല രസം. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ശനിയാഴ്ചയാണ് പോയത്, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എനിക്ക് അന്നത്തെ ദിവസം അവിടെ എന്തെങ്കിലും നേർച്ചയോ അങ്ങനെയൊക്കെ ഉള്ള ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. കാണാനൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരു ദിവസമൊക്കെ നമ്മൾ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ പോകാൻ പറ്റിയ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളെ ഈ തിരുമലക്കോവിൽ, അച്ഛൻകോവിൽ അതൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. അങ്ങനെ എല്ലാവരും പോവുക. പിന്നെ നമ്മളത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ അവിടെ നിന്ന് എത്തി ചെങ്കോട്ടയിൽ ഓടിയെത്തി കേട്ടോ. ചെങ്കോട്ടയിൽ ഓടിയിട്ട് അവിടുത്തെ ഫേമസ് ബോർഡർ ചിക്കൻ, റഹ്മത്ത് ചിക്കൻ. എൻ്റെ പൊന്നല്ലോ, കല്യാണം എന്തോ പറയുന്നത്, നമ്മൾ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ തുണിക്കടയിൽ ഓഫർ ഇടുമ്പോൾ ഉള്ളൊരു തള്ളുണ്ടല്ലോ, അമ്മാതിരിയുള്ള തള്ളാണ്. നമ്മൾ സാധാരണ ഓഫർ ഇടുമ്പോൾ മാത്രമേ ഞാൻ ഇമാതിരി തള്ളു ഈ കടയിൽ കണ്ടിട്ടുള്ളൂ. അല്ലോ ഇത് ഫുഡ് കഴിക്കാനുള്ള തള്ള, ഒന്നൊന്നര തള്ളു. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പിന്നെ അവിടെ എവിടെയൊക്കെ സീറ്റ് കിട്ടിയത്, ഉള്ളടുത്തിരുന്ന് റയാനൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് എവിടെ അവൻ ആകപ്പാട് മേളമായിരുന്നു. അവനെയൊക്കെ ചാറ്റിക്കിടത്തി, നമുക്ക് തിന്നണമല്ലോ ഗൈസ്. അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ സാധനം ഇതാട്ടോ, നല്ല ബൺ പൊറോട്ട ആൻഡ് ചിക്കൻ. ഭയങ്കര തിരക്കും പുകയും എൻ്റെ അമ്മ ഒന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.